ഹലോ ഗൈസ്, ഫിറ്റ്വേ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ഓണം ഗൈസ്. അപ്പം അങ്ങനെ വീഡിയോയിലേക്ക് പോയാലോ. ഇതൊരു വലിയൊരു തിരക്കൊന്നുമില്ല കേട്ടോ. താഴെ പോയാൽ അറിയാം എന്താ സ്ഥിതി എന്നുള്ളത്. മുകളിലൊരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വലിയ തിരക്കുള്ള മാതിരിയൊന്നും തോന്നുന്നില്ല. നിങ്ങൾ കാണുന്ന ആൾക്കാർ എന്തെങ്കിലും വീഡിയോയിൽ പോരായ്മകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഗൈസ്. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുകയാണെന്നെങ്കിലും മാറ്റം വരുത്താം. അല്ല ഗൈസ്, വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. വണ്ടികളൊക്കെ വളരെ കുറവാണ് കാണുന്നത്. വലിയ തിരക്കൊന്നുമില്ല ഗൈസ്, ഭയങ്കര ക്വയറ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത യാത്രയിൽ കാണാം. നമുക്ക് ബേബി സീറ്റ് എടുക്കാനുള്ളത് കൊണ്ട് ബേബി സീറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാണ് നമ്മളെ ബിസിനസ് ക്ലാസ്സിൻ്റെ കൗണ്ടർ. ഗൈസ്, നമ്മൾ അടുത്തൊരു ജോബ് എടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ബേ ഉള്ള JW മാരിക്കോസ് വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ എയർപോർട്ട് റോഡിൽ നിന്ന് കയറി നേരെ എന്താ പറയുക, ഗർഹൂദ് ബ്രിഡ്ജിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ. ഈ റോഡ് നേരെ കയറുന്ന ഗർഹൂദ് ബ്രിഡ്ജിലേക്കാണ്. നല്ല ഹ്യൂമിഡിറ്റിയാണ് ഗൈസ്. ഗ്ലാസ് ഒക്കെ ഒന്ന് മങ്ങിയ മാതിരിയാണ് ഉള്ളത് കേട്ടോ. ബ്രിഡ്ജിന്റെ മുകളിലാണ് കേട്ടോ ഉള്ളത്. റോഡിൽ വലിയ തിരക്കൊന്നും ഇപ്പം കാണുന്നില്ല, വലിയൊരു തിരക്കൊന്നുമില്ല. നമ്മള് റോട്ടുമ്പിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മാതിരിയല്ല കേട്ടോ, ദൂരക്കാഴ്ച തീരെ ഇല്ല കേട്ടോ. നമ്മൾ ലോങ്ങിൽ ഉള്ള ബിൽഡിങ്ങുകളൊന്നും കാണാൻ കഴിയുന്നില്ല. സാധാരണ അവിടുന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഷെയ്ഖ് സായിദ് റോഡിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണേണ്ടതാണ്. പക്ഷെ അത്ര വിസിബിളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ചെറിയൊരു നിഴല് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. പിന്നെ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ചെറുങ്ങനെ എന്തെങ്കിലും കാണുന്നത്. ഇപ്പം ഷെയ്ഖ് സായിദ് റോഡിന്റെ സ്ഥിതി കേട്ടോ. ബിൽഡിങ്ങുകളൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. അധികം ദൂരത്തുള്ള ബിൽഡിങ്ങുകളൊന്നും കാണാൻ പറ്റുന്നില്ല.
നമ്മൾ ഈ JW മാരിയറ്റ് മാരിക്കോസിലേക്ക് നമ്മളെ വാട്ടർ കനാലാട്ടോ. മാരിയറ്റിന്റെ ഒരു ബാക്ക് സൈഡ് ആട്ടോ അത്. നമുക്കിനി കറങ്ങി വരണം. സാധാരണ ബുർജ് ഖലീഫൊക്കെ ഇവിടെ നല്ല രീതിയിൽ കാണുന്ന കേട്ടോ. വലിയ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഗൈസ്, പോലീസ് ചെക്കിംഗ് ആണ് കേട്ടോ. നമ്മളങ്ങനെ JWയിലേക്ക് കയറാണ് ഗൈസ്. നമ്മൾ നേരെ കാണുന്ന കേട്ടോ JW മാരിക്കോസ്. എന്താണെന്നറിയില്ല, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോലീസ് ചെക്കിങ് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ JWയിലെത്തി ഗൈസ്. Rena Raza? Huh? Rena Raza. Rena Raza. No. ചില പേരുകളൊക്കെ ഒരു നെയിം അതിന്റെ സർനെയിമും ആയിരിക്കും കേട്ടോ. ചില സമയത്ത് ഒരുമിച്ച് ചെയ്തതിനെ കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ചില നെയിമുകളൊക്കെ നിങ്ങളുള്ള നെയിമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം സ്പാം ജുമേര വന്നായിരുന്നു കേട്ടോ. പാസഞ്ചർ ഇറക്കി തിരിച്ചിനി ഇവിടെ എവിടെയെങ്കിലൊക്കെ തങ്ങണം എന്ന് വിചാരിക്കുന്നു. സമയം ഇപ്പം 3:15 AM. അപ്പം അടുത്ത ഡിപ്പാർച്ചർ ഇനി ചിലപ്പോൾ 4 മണിക്കോ അല്ലെങ്കിൽ 4:30 ഏകദേശം സമയത്തായിരിക്കും കേട്ടോ വരിക.
ഞാൻ ഡിപ്പാച്ചർ എടുത്തിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാൻ. ഇപ്പോൾ എയർപോർട്ടിൽ പോയിട്ടും കാര്യമൊന്നുമില്ല, അവിടെ തന്നെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കലായിരിക്കുന്നുണ്ടാവും. ഇത് തിരിച്ച് നമുക്ക് അണ്ടർപാസ് അല്ല, ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ ഉള്ള ഒരു ഇതുണ്ട്, യൂട്ടാണ്. അവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ട് വേണം നമുക്ക് ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിലേക്ക് കയറാൻ. ഈ സൈഡിലുള്ളൊക്കെ ഷോർലൈൻസ് ആട്ടോ, ഷോർലൈൻ അപ്പാർട്ട്മെന്റ് ആണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. എന്താണെന്നറിയില്ല, ഇന്നലെ മുതൽ ഫുള്ള് എവിടെ പോയാലും ക്യാൻസലായി പോവാണ് ഗൈസ്. ഇന്നലെ മാരിയറ്റ് പോയി, അവിടെ ഗസ്റ്റ് വരാൻ ലേറ്റായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എണീറ്റിട്ട് പോലില്ല. അങ്ങനെ ആ ജോബ് ക്യാൻസലായി. നേരെ എയർപോർട്ടിൽ പോയിട്ട് വേറെ ഒരു ട്രിപ്പ് എടുത്ത് ഇവിടെ എന്താ പറയുക, പാമിൽ വന്നു. പാമെന്ന് വന്നിട്ട് ഇവിടെ തന്നെ എന്താ പറയുക സ്റ്റേ ചെയ്യാണ് ചെയ്തത്. അങ്ങനെ അവിടുന്ന് വീണ്ടും അറ്റ്ലാന്റിസിലേക്ക് ഒരു ജോബ് അടിച്ചു. അതിപ്പോൾ ക്യാൻസലായിട്ട് ഇപ്പം നേരെ സൽമാൻ റോഡിലുള്ള മർസ അറബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ഇതെന്താവും എന്നുള്ളത് ദൈവത്തിനറിയാം. അതാണ് ഇന്നത്തെ ഇങ്ങനെയൊക്കെ സാധാരണ സംഭവിക്കാറുള്ളതാണ് കേട്ടോ. ചില സമയത്ത് ക്യാൻസലാവും, ചില സമയത്ത് പാസഞ്ചർ ഉണ്ടാവില്ല, ചില സമയത്ത് പാസഞ്ചർ വേറെ വണ്ടിയിൽ പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മള് അറ്റ്ലാന്റിസ് നിന്ന് നേരെ എവിടേക്ക് മർസയിലേക്ക് പോകട്ടോ. അപ്പം അണ്ടർ വാട്ടർ ടണലാണ്. ഫുള്ള് ഫോഗി മൂടാട്ടോ ഗൈസ്. ആകെ മൂടി കെട്ടി നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ നമുക്ക് ഫസ്റ്റ് അറ്റ്ലാന്റിസിലെ ജോബ് കിട്ടുന്ന സമയത്ത് കുറഞ്ഞ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചായ ഒന്നും കുടിക്കാണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പം പോകുന്ന സമയത്ത് ഒരു ചായ കുടിച്ചിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന സമയം കിട്ടുമെന്ന് അറിയില്ല. സമയം തീരെ കിട്ടിയിട്ടില്ലെങ്കിൽ അതും നടക്കൂല. മുന്നിൽ കാണുന്ന വലിയ ടവറാണ് കേട്ടോ, എന്താണ് പാം ടവർ എന്ന് പറയുന്നത്. ആ പാം ടവറിൽ ആണ് സെന്റ് റീജസിന്റെ ഹോട്ടലും അതിന്റെ അപ്പാർട്ട്മെന്റും കേട്ടോ. നെക്കിൽ മാളിനോട് ചേർന്നുകൊണ്ടാണ് കേട്ടോ ഉള്ളത് ആ ഒരു ടവർ ഉള്ളത്. നമ്മളിവിടെ അൽസൂഫിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് നേരെ ഹോട്ടലിലേക്ക് പിക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സമയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ബുർജുൽ അറബ് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ബുർജുൽ അറബ് നേരെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന വൈൽഡ് വാഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ പാർക്കാണ് കേട്ടോ. അതിനുശേഷം വരുന്നതാണ്
നമ്മളെ ബീച്ച് ഹോട്ടൽ, ജുമേര ബീച്ച് ഹോട്ടൽ. അതിനുശേഷമാണ് ഇപ്പം പറഞ്ഞ നമുക്കിപ്പം പോകാനുള്ള പുതിയ ഹോട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. കാണാം, ഒരു ഭയങ്കര അതിൻ്റെ ആർക്കിടെക്റ്റൊക്കെ ഒരു ഭയങ്കര നല്ലൊരു എന്താണ്, ഒരു ഓവൽ ഷേപ്പാണ്. കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ. അങ്ങനെ ഗേറ്റിലേക്ക് ഇങ്ങനെ കയറുകയാണ്. എൻ്റെ സൈഡിലും 2 ബോൺസായി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എവിടുന്നാണാവോ ഹോട്ടലല്ലേ? അടുത്ത ബിൽഡിംഗ് ആട്ടോ നമുക്ക് ഹോട്ടല്. ഏതാ എൻട്രി നോക്ക് ഗൈസ്. വേറെ ലെവൽ. കാറ് കിടക്കുന്ന കിടപ്പാണ്. Cut these guys. അടിപൊളി സൺറൈസും അതിൻ്റെ കൂടെ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൈനും. നമ്മൾ ആ പാസഞ്ചറെ അറൈവൽ ഇറക്കിയിട്ട്, ഡിപ്പാർച്ചർ ഇറക്കിയിട്ട് നമ്മൾ അറൈവലിലേക്ക് പോകണം കേട്ടോ. ഗൈസ്, നമ്മള് പാമിലുള്ള അവാനി ഹോട്ടലിൽ വരെ ഒന്ന് വന്നായിരുന്നു കേട്ടോ. പാമൊന്നും പറയാൻ പറ്റൂല, മീഡിയ സിറ്റിന്റെ ഒക്കെ ഏകദേശം ഒരു ഭാഗമായിട്ട് വരും. പക്ഷെ പാമിന്റെ എൻട്രൻസിലാണ് ഈ, അതായത് ഏകദേശം ഒരു ചെറിയൊരു ഭാഗം ഉണ്ടെന്ന് കൂട്ടിക്കും. പക്ഷെ അവിടെ പാസഞ്ചറെ ഇറക്കി നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിലേക്ക് ഇനി പോണില്ല കേട്ടോ. നമ്മളെ ഡ്യൂട്ടീൻ്റെ ടൈം ഏകദേശം കഴിയാറായി. ഇപ്പം നല്ല തിരക്കുണ്ട് റോട്ടിൽ.
തിരിച്ചവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഏകദേശം നല്ലൊരു ടൈം ആവും തോന്നും. എന്നാൽ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് ഗൈസ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? നമ്മളിപ്പോൾ ഈ ഉമ്മസുക്കിം റോഡിലാണ് കേട്ടോ ഉള്ളത്. ഉമ്മസുക്കിം സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ.